എന്താ നിർനിമേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണു ചിമ്മാത്തവൻ, കണ്ണിങ്ങനെ ചിമ്മില്ലേ, അതല്ലാത്തവനെയാണ് എന്തെന്ന് വിളിക്കുന്ന നിർനിമേഷൻ. പഠിച്ചോളേ, നിർനിമേഷൻ. നിർനിമേഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കണ്ണു ചിമ്മാത്തവനെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നിർനിമേഷൻ എന്ന് വിളിക്കുന്നത്. നിർനിമേഷൻ എന്ന് നോക്കിയേ, മന്ദസ്മിതം. മന്ദസ്മിതം എങ്ങനെ എഴുതണമെന്ന് നോക്കിയേ. എന്താ മന്ദസ്മിതം? എന്താണ് മന്ദസ്മിതം? പുഞ്ചിരിയാണ്, പുഞ്ചിരിയാണ് മന്ദസ്മിതം. രമിക്കുക, ചോദിക്കുന്നേ, രമിക്കുക, ആനന്ദിക്കുക അല്ലെങ്കിൽ പ്രീതിയുണ്ടാവുക, അല്ലെങ്കിൽ എന്നാണ് എന്തിനർത്ഥം? ക്കുക എന്ന വാക്കിന്റെ അർത്ഥം. വചനം, വചനം എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അർത്ഥം. വചനം മറ്റൊരു പര്യായപദം ഏതാണ്? വാക്ക്. കേട്ടോ, പര്യായപദങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. സാധകം ചെയ്യുക, എപ്പോഴും പറയല്ലേ പാട്ട് പഠിക്കുന്ന ആള് സാധകം ചെയ്യുക. സാധകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തിച്ചുള്ള പരിശീലനം. ആവർത്തിച്ചുള്ള, അപ്പൊ ആവർത്തിയല്ല, ആവർത്തിച്ചുള്ള പരിശീലനം. ഓക്കെ, പരിശീലനം. ദെൻ സാഷ്ടാംഗം. നമ്മൾ പദശുദ്ധി പഠിച്ചത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് ആവുന്നുണ്ട്. സ്റ്റെക്ക് ആവുന്നുണ്ടോ? ആണോ? എന്തൊക്കെ? വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും പ്രശ്നമുണ്ടോ? സാഷ്ടാംഗം കാണുന്നുണ്ട്. സാഷ്ടാംഗം, അഷ്ടാംഗങ്ങളോട് കൂടിയ, അഷ്ടം എന്ന് പറയുമ്പോ എന്താണ്? 8 അല്ലെ? 8 അംഗങ്ങളോട് കൂടിയതാണ് എന്ത്? സാഷ്ടാംഗം. സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് കേട്ടിട്ടില്ലേ? സാഷ്ടാംഗം പ്രണമിച്ചു. അഷ്ടാംഗങ്ങളോട് കൂടി പ്രണമിക്കുക എന്നൊരർത്ഥമാണ് എന്ത്? സാഷ്ടാംഗം. കേട്ടോ. റാൻ, റാന എന്താണ്? റാന് ആചാര ഭാഷയിൽ സമ്മതം അറിയിക്കാനായി ഉപയോഗിക്കുന്നതാണ് എന്ത്? റാൻ എന്ന വാക്ക്. എന്താണ്? റാൻ, ആചാര ഭാഷ. എന്താ ആചാര ഭാഷ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭാഷകളുടെ ടൈപ്പ് പഠിപ്പിച്ചപ്പം. ജീവൽ ഭാഷ, അമൃത ഭാഷ, ആചാര ഭാഷ. ആചാര ഭാഷ ആചാര കലയോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരു ഭാഷയാണ് എന്ത്? ആചാര ഭാഷ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന എന്തായിരുന്നു? ഉരിയാട്ട് ഭാഷ. ഇവിടെ എന്താണ് പറഞ്ഞ? ആചാര ഭാഷയിൽ നമ്മൾ സമ്മതം അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ത്? റാൻ എന്ന് പറയുന്നത്. അതായത് സമ്മതം, സമ്മതമാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റാൻ. ഓർത്തു വെച്ചിരുന്ന മതി, റാൻ. നോക്കിയേ, ഇലച്ചാർത്ത്. ഇലച്ചാർത്ത് വിഗ്രഹിച്ചെഴുതാൻ പറയും. ഇലച്ചാർത്ത് എങ്ങനെ എഴുതും? സമാസം. ഇലകളുടെ കൂട്ടം. എന്താണ്? ഇലകളുടെ കൂട്ടമാണ് എന്ത്? ഇലച്ചാർത്ത്. ഇലകളുടെ കൂട്ടാണ് ഇലച്ചാർത്ത്. പിരിച്ചെഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം? ഇല പ്ലസ് ചാർത്ത്. കേട്ടോ, ഇല പ്ലസ് ചാർത്താണ് എന്ത്? ഇലച്ചാർത്ത്. ശരി, നോക്ക്. ഇലവുമരം. ഇലവുമരം കേട്ടില്ലേ? ഇലവുമരം ഒരു തരം വൃക്ഷം അല്ലെങ്കിൽ പഞ്ഞിമരം. പഞ്ഞിമരത്തിന്റെ മറ്റൊരു പദമാണ് എന്തെന്ന് പറയുന്നത്? ഇലവുമരം. കേട്ടോ. ഏകാഗ്രമായ. ഏകാഗ്രമായ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് നിർത്തുന്ന. എന്താണ്? ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ മനസ്സ് നിർത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു കാര്യത്തിൽ തന്നെ മനസ്സ് നിൽക്കുക. കതിർ. കതിർ എന്ന വാക്കർത്ഥം രശ്മി. ചോദിക്കും കേട്ടോ. കതിർ എന്ന വാക്കിന്റെ മറ്റൊരു പര്യായ പദമാണ് എന്ത്? രശ്മി. കരിവാനം. വാനം, വാനം ആകാശം. മേഘം അല്ലെ? പഠിച്ചായിരുന്നു. നോക്ക്. കരിവാനം കറുത്ത ആകാശം. കരി. കളഗാനം. എന്താ കളഗാനം? കളഗാനം എന്ന് വെച്ചാൽ മധുരമായ ഗാനം. എന്താണ്? മധുരമായ ഗാനം. അങ്ങനെയാണെങ്കിൽ മധുരമായ ശബ്ദത്തെ എന്ത് വിളിക്കും? കളനാദം. കളനാദം മധുരമായ ശബ്ദം. മധുരമായ ഗാനം കളഗാനം. കേട്ടോ, കളഗാനം. ചിന്നും. ചിന്നും എന്ന് വെച്ചാൽ ചിന്നുന്ന അല്ലെങ്കിൽ ചിതറുക. ചിതറുന്ന, ചിതറുന്ന, ചിതറിത്തെറിക്കുക എന്ന് പറയില്ല, അതേപോലെ ചിന്നുന്ന അല്ലെങ്കിൽ ചിന്നും. താരം. താരം എന്താണ്? നക്ഷത്രത്തിന്റെ മറ്റൊരു പര്യായ പദമാണ് താരം. ചോദിക്കാം കേട്ടോ. താരം നക്ഷത്രത്തിന്റെ മറ്റൊരു പര്യായം. തിങ്കൾ. ചന്ദ്രന്റെ മറ്റൊരു പര്യായ പദമാണ് എന്തെന്ന് പറയുന്നത്? തിങ്കൾ. ചന്ദ്രന്റെ മറ്റൊരു പര്യായ പദമാണ് തിങ്കൾ. നോക്ക്. പരർ. പരർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിളിക്കുന്നതാണ് എന്ത്? അതായത് നമ്മൾ ഒഴികെയുള്ള മറ്റുള്ള ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പരർ. അവിടെ നോക്ക്. പാര്, ഭൂമി. ഇതൊക്കെ ചന്ദ്രനും നക്ഷത്രം ഭൂമിയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, മിക്സ് ചെയ്തും ചോദിക്കാറുണ്ട്. അപ്പൊ ഭൂമി എന്താണ്? പാര് ആണ്. ചന്ദ്രനാണെങ്കിലോ തിങ്കള്. നക്ഷത്രം താരം. കേട്ടോ. ഇത് ഒരെണ്ണമൊന്നും അല്ല പഠിക്കാനുള്ള. ടാലന്റിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ PDF ഒക്കെ കണ്ടത് കാണും. അപ്പം ഒന്ന് മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ള, ഒരുപാടുണ്ട്. അപ്പോൾ SCRT യിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? വേഗം വേഗം തീർത്തു വെക്കാം.
പാലൊളി എന്താ ഒളി പാൽ അർത്ഥം പറഞ്ഞു. ഒളി ഒളി എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു. ശോഭ അല്ലെങ്കിൽ അഴക് എന്നാണ്. ശോഭ അല്ലെങ്കിൽ അഴക് എന്നാണ്. പാലൊളി, പാലിന്റെ ശോഭയോട് കൂടിയ, പാലിനൊരു വെളുത്ത ഒരു ശോഭയുണ്ടല്ലേ, അഴകുണ്ട്. അപ്പൊ അതിന്റെ ഇത് ശോഭയോട് കൂടിയാണ് എന്ത്, അഴക്. ഒളി പഠിക്കണേ, ഒളി. ഒളി എന്ന വാക്കിനർത്ഥം എന്താണ്? ശോഭ അല്ലെങ്കിൽ അഴക്. ശോഭ അല്ലെങ്കിൽ അഴകാണ് ഒളി എന്നത്. മധു, മധു പറഞ്ഞിട്ടുണ്ട് തേൻ. അതുകൊണ്ട് തന്നെ മധു കുടിക്കുന്നവനെ മധുപൻ എന്ന് പറയും. അതാണ് വണ്ട്. ാണ് തേൻ കുടിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മധുഭൻ. മധുഭൻ അതാരാണ്? വണ്ടാണ്. മധുബൻ ആരാണ്? വണ്ടാണ്. ഓക്കെ. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ചെറുകഥകളോ അത് എഴുതിയിട്ടുള്ളതുമാണ്. തേന്മാവ് ഏത് കൃതിയായിട്ട് വരും എന്ന് വെച്ചാൽ അത് ഒരു ചെറുകഥയാണ്. തേന്മാവ് ഏതാണ്? ചെറുകഥയാണ്, ബഷീറിന്റെയാണ്. നമ്മളെ ഇത് പഠിക്കണ്ടല്ലോ, നമുക്ക് ടോപ്പിക്ക് തന്നിട്ടില്ലല്ലോ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. SCERT-യിലുള്ള പാഠഭാഗങ്ങളുടെ എങ്കിലും മിനിമം കഥാകൃത്തുക്കളെ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും എന്ത് ചെയ്യും, ഗുണം ചെയ്യേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്ക്, തേന്മാവ് ഒരു ചെറുകഥയാണ്. ആരുടെയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ്. സുഗതകുമാരിയുടെ ലേഖനമാണ് കാടിനു കാവൽ. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. കാടിനു കാവൽ താഴെ പറയുന്ന ഏത് സാഹിത്യത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിക്കാം. അതായത് ഏത് സാഹിത്യമാണെന്ന്, ഏത് സാഹിത്യ ഗ്രന്ഥമാണ്? ചെറുകഥ, കവിത, ലേഖനം, കഥ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. തേന്മാവ് ചെറുകഥയാണ്. ഏതാണ്? കാടിനു കാവൽ എന്ന് പറയുന്ന ലേഖനമാണ്. എന്താണ്? ലേഖനം. എന്നാൽ കവിതയാണ്, ഒളപ്പമണ്ണയുടെ കവിതയാണ് കള്ളൻ ചക്കിട്ടു. എന്താണ്? കള്ളൻ ചക്കിട്ടു എന്നത് ഒളപ്പമണ്ണയുടെ കവിതയാണ്. പുളിമാവ് വെട്ടി, പുളിമാവ് വെട്ടി ആരുടെയാണ്? ഇടശ്ശേരിയുടെയാണ്. ആരുടെ? പുളിമാവ് വെട്ടി എന്ന കവിത. ആകാശത്തിലൊരു വിടവ്, ആകാശത്തിലൊരു വിടവ് ചെറുകഥയാണ്. സി രാധാകൃഷ്ണന്റെ ചെറുകഥയാണ് ആകാശത്തിലൊരു വിടവ്. മരത്തെ സ്നേഹിച്ച മനുഷ്യൻ ലേഖനമാണ്. മരത്തെ സ്നേഹിച്ച മനുഷ്യൻ ജോൺ സി ജേക്കബിന്റെ ഇതാണ് ലേഖനമാണ്. എന്തെന്ന് പറയുന്ന? മരത്തെ സ്നേഹിച്ച മനുഷ്യൻ. ഓക്കെ. അഖിലം എന്നാൽ എല്ലാം എന്നാണ് അർത്ഥം. അഖിലം എന്നാൽ എന്താണ് അർത്ഥം? എല്ലാം എന്നാണ് അർത്ഥം. അഖിലം എന്നാൽ എല്ലാം എന്നാണ് അർത്ഥം. അഭിനവം എന്നാൽ എന്താണ്? ഏറ്റവും പുതിയത് എന്നാണ് അർത്ഥം. അഭിനവം എന്നാൽ ഏറ്റവും പുതിയത്. നവം എന്താണ്? നവമാധ്യമം. നവം എന്നൊക്കെ പറയുമ്പോൾ ഒരു പുതിയത്. നവ അല്ല, നവം കേട്ടോ. നവം, പുതിയത്. അനുവേലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അനുവേലം എപ്പോഴും കൂടെ എന്നൊരർത്ഥമാണ് എന്തിനു വരുന്നത്? അനുവേലം. അനുവേലം എന്താണ്? എപ്പോഴും കൂടെ. ഓക്കെ. കൂടെ എങ്ങനെ പിടിച്ചെഴുതും? കൂടെ പ്ലസ് കൂടെ കേട്ടോ. കൂടെ പ്ലസ് കൂടെയാണ് എന്ത്? കൂടെ. ശരി. ആ വിരളം എന്താണ്? ചുരുക്കം അല്ലെ? വളരെ ചെറിയതല്ലേ വിരളം എന്ന് പറഞ്ഞാൽ. ആ വിരളം എന്ന് പറയുമ്പോ എന്താണ്? ചുരുക്കമല്ലാത്തത് അല്ലെങ്കിൽ തുടർച്ചയായത്. അത് ചോദിക്കാം കേട്ടോ. അവിരളം. അഖിലം, അനുഭവം, ഇതെല്ലാം ചോദിക്കാവുന്നതാണേ. SCERT-യിൽ കൂടെ കിടക്കുന്നുണ്ട്. അവിരളം. അഴകുറ്റ, ഭംഗിയുള്ളത്. ആത്തമോദം, നമുക്ക് അധികമായ വർദ്ധിച്ച സന്തോഷത്തെ ഉപയോഗിക്കുന്ന എന്താണ്? ആത്തമോദം. ആമോദം സന്തോഷമാണ്. ആത്തമോദം എന്താണ്? വർദ്ധിച്ച സന്തോഷം. ആഴിവീജി, ആഴി എന്താണ്? ആഴി സമുദ്രമാണ്. ആഴി ആരാണ്? സമുദ്രമാണ് ആഴി. അപ്പൊ ആഴി വീജി തിരമാല. അപ്പൊ തിരമാലയുടെ മറ്റൊരു പര്യായ പദം ചോദിച്ചാൽ വീജി. എന്താണ്? വീജി കേട്ടോ. ആഴി സമുദ്രം, ആഴി വീജി സമുദ്രത്തിലെ തിരമാല. ഉന്മാദം, അമിതമായ ആഹ്ലാദത്തെ വിളിക്കുന്നത് ഉന്മാദം എന്നാണ്. ഉന്മാദം. ഉപാസ്യർ, എന്തായിരിക്കും ഉപാസ്യർ? ഭജിക്കുന്നവൻ, ഭജന നടത്തൂലേ? ഭജിക്കുന്നവൻ. ഭുജിക്കുന്നു എന്നല്ല അർത്ഥം. ഭജന നടത്തുന്നത് അല്ലെ? ഭജിക്കുന്നവനെയാണ് എന്ത്? ഉപാസ്യർ. കത്തിരി എന്ന പ്രയോഗം കത്രികയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? കത്തിരി. കസർത്ത് നടത്തുക ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വ്യായാമം ചെയ്യുക. കസർത്ത് ചെയ്യുക എന്നാൽ എന്താണ്? വ്യായാമം ചെയ്യുക എന്നാണ് അർത്ഥം. കളിത്തോപ്പ്, കളിസ്ഥലം കേട്ടോ. കളിസ്ഥലം, തോപ്പ് സ്ഥലം, കളിസ്ഥലം, കളിത്തോപ്പ്. കേളി കദംബം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേളി കദംബം എന്താണ്?
പൊടിക്കടമ്പ് വൃക്ഷം. എന്താണ് കേളി കദംബം എന്നാൽ എന്താണ്? പൊടിക്കടമ്പ് വൃക്ഷമാണ് എന്തെന്ന് പറയുന്ന കേളി കദംബം. വേണി എന്താണെന്നറിയോ? വേണി വേണി മുടിയാണ് കേട്ടോ. വേണി മുടി. കേളി കദംബം പൊടിക്കടമ്പ് വൃക്ഷം. ചാരു ചാരു എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരു മനോഹരം എന്നാണ് അർത്ഥം. എന്താണ് ചാരു എന്ന് പറഞ്ഞാൽ? എന്താണ് മനോഹരം എന്നാണ് അർത്ഥം. തവ തവ എന്നാൽ ഉദ്ദേശിച്ചിരിക്കുന്ന എന്താണ്? നിന്റെ നിന്റെ എന്നൊരർത്ഥത്തിലാണ് എന്ത് ഉപയോഗിച്ചിരിക്കുന്ന? തവ. ഇത് പല കവിതകളിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നോണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾ അത് നോക്കണ്ട, പഠിച്ചു പോയിരുന്നാൽ മതി. തവ എന്നാൽ എന്താണ്? നിന്റെ. കോകിലം കോകില ആരാണ്? കുയിലാണ് കോകിലം എന്ന് പറയുന്നത്. ആരാണ്? കുയിലാണ് കോകിലം. തുണ്ട് തുണ്ട് കഷണമാണ് അല്ലെ? തുണ്ട് കഷണം. പരശതം പരശതം വളരെ ഇമ്പോർട്ടന്റ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. പരശതം എന്താണ്? 100-ലധികം അല്ലെങ്കിൽ 100-ൽ-പര, അതാണ് പരശതം. ശതം എന്താ ഉള്ളത്? ശതം ശതമാനം. അപ്പൊ ശതം എന്താണ്? 100. പരശതം പരശതം എന്ന് വെച്ചാൽ 100-ലധികം കേട്ടോ. ശതം 100, 100-ലധികമാണ് എന്ത്? പരശതം. പരിചേലും ചോദിക്കേ. ഈ ഭംഗിയുള്ളതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി വെച്ചാൽ മതി. ഭംഗിയുള്ളത്. പരിചേലും എന്ന് വെച്ചാൽ എന്താണ്? ഭംഗിയുള്ളത്. പാദോപദാനം എന്താണ്? നോക്ക്. പാദോപദാനം എന്ന് വെച്ചാൽ പാദത്തിൽ വെക്കുന്ന തലയണയാണ് എന്ത്? പാദോപദാനം. നമ്മൾ കാലില് തലയിണൊക്കെ ഇല്ലേ കിടക്കുമ്പോ സപ്പോർട്ടിനൊക്കെ ആയിട്ട്, അപ്പൊ പാദോപദാനമാണ് വെച്ചതെന്ന് ഓർത്താൽ മതി. പാദോപദാനം. പാർശ്വയുഗ്മം എന്താ? പാർശ്വയുഗ്മം. പാർശ്വം എന്ന് പറഞ്ഞാൽ വശമാണ്. പാർശ്വം വശത്തിന്റെ പര്യായ പദങ്ങളാണ് എന്ത്? പാർശ്വം. പാർശ്വയുഗ്മം എന്ന് പറയുമ്പോൾ 2 വശങ്ങൾ. പാർശ്വയുഗ്മം 2 വശങ്ങൾ. പ്രതിഭാപ്രഭാവം എന്താ? പ്രതിഭാപ്രഭാവം ബുദ്ധിയുടെ മഹിമ. ബുദ്ധി ഉള്ളത് കൊണ്ടാണ് പ്രതിഭ എന്ന് പറയുന്നത് അല്ലെ? പ്രതിഭാപ്രഭാവം എന്ന് പറയുമ്പോൾ ബുദ്ധിയുടെ മഹിമ. മഞ്ജിമ മനോഹാരിത. എന്താണ്? മഞ്ജിമ മനോഹാരിത. മതിമാൻ മതിമാൻ എന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവനെ അളിക്കുന്നതാണ് എന്ത്? ബുദ്ധിമാനായ മനുഷ്യനെയാണ് മതിമാൻ എന്ന് പറയാ. മഹിതാഭ ചോദിച്ചിട്ടുണ്ട്. മഹിതാഭ അതായത് മഹിതാഭ മഹിയോട് കൂടിയ ശോഭ അല്ലെങ്കിൽ വലിയ ശോഭ, അങ്ങനെയൊക്കെ കാണും. ഇതെന്താണ്? വർദ്ധിച്ച ശോഭ എന്നാണ് എന്ത്? മഹിതാഭ. മുഖരം മുഖരം ശബ്ദമുഖരം. എന്താണ്? ശബ്ദമുഖരം തെറ്റാണ്. മുഖരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വലിയ ശബ്ദമാണ് കേട്ടോ. മുഖരിതമായി മുഖരിതമായി എന്ന് പറയാം. അമ്പലപ്പറമ്പില്ലേ? അമ്പലപ്പറമ്പ് മുഖരിതമായി എന്താണ്? വലിയ ശബ്ദം കേട്ടോ. വലിയ ശബ്ദത്തെ വിളിക്കുന്നത് മുഖരം. വാടി ഉദ്യാനം ഞാൻ പറഞ്ഞു. വാടി ഉദ്യാനം പൂന്തോട്ടം എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ തെറ്റിക്കരുത്. വിമലം വിമലം എന്താണ്? പരിശുദ്ധമായതിനെയാണ് എന്തെന്ന് വിളിക്കുന്ന? വിമലം എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. വിമലം എന്നാൽ എന്താണ്? പരിശുദ്ധമായത്. ശ്രീ ശ്രീ എന്താണ്? ഐശ്വര്യം. ശ്രീ എന്താണ്? ഐശ്വര്യം. സദനം വീട്, നമ്മൾ താമസിക്കുന്നതല്ലേ അല്ലേ? നമ്മൾ പറയല്ലേ സദനം, ലീലാസദനം, അങ്ങനെ പേരൊക്കെ ഇടൂലേ? അപ്പൊ സദനം എന്താണ്? വീട്. സ്വച്ഛാബ്ദി സ്വച്ഛാബ്ദി മണൽത്തിട്ടാം കേട്ടിട്ടുണ്ടോ? സ്വച്ഛാബ്ദി എന്താണ്? ശാന്തമായ. അബ്ദി എന്താണ് പിള്ളേരെ? അബ്ദി ആഴി. അബ്ദിയൊക്കെ എന്താണ്? സമുദ്രമാണ്. ആഴി അബ്ദി ഇതെല്ലാം എന്താണ്? സമുദ്രത്തിന്റെ മറ്റു പര്യായ പദങ്ങളാണ്. ഇവിടെ സ്വച്ഛം സ്വച്ഛം എന്ന് പറയുമ്പോ ശാന്തമായ സമുദ്രം കേട്ടോ. സ്വച്ഛാബ്ദി ഇതെങ്ങനെയാ തിരിച്ചിരിക്കുന്നേ? സ്വച്ഛം പ്ലസ് അബ്ദി ആണ് എന്ത്? സ്വച്ഛാബ്ദി കേട്ടോ. സ്വച്ഛം പ്ലസ് അബ്ദി. നോക്ക്. അടുത്ത ഔപചാരികം. എന്താ ഔപചാരികം? ഔപചാരികം എന്ന് വെച്ചാൽ ഉപചാരപൂർവം ചെയ്യുന്ന കാര്യത്തെയാണ് എന്ത്? ഔപചാരിക അല്ലെങ്കിൽ മര്യാദ പ്രകാരം. അജ്ഞാതം. എന്താ അജ്ഞാതം? അജ്ഞാതം അറിയാത്തത്. ജ്ഞാതം അറിയാവുന്നത്, അജ്ഞാതം അറിയാത്തത്. ഭീമാകാരം വളരെ വലിയ രൂപത്തെയാണ് എന്തെന്ന് പറയുന്ന? ഭീമാകാരം. അനന്തം അവസാനമില്ലാത്തത് അല്ലെ? അന്തം അന്തവും അനന്തവും. എന്താണ്? അന്തം അനന്തം അവസാനമില്ലാത്തത്. ഓക്കെ. അസുലഭം സുലഭം എളുപ്പത്തിൽ കിട്ടുന്നത്, അസുലഭം കിട്ടാത്തത് കേട്ടോ. എളുപ്പത്തിൽ കിട്ടാത്തത്.
ആകാശത്തിന് ഇന്ന് തന്നെ എത്ര എണ്ണം പഠിച്ചു നോക്കിയേ? വിഹായസ്. വിഹായസ് ചോദിക്കാം. വിഹായസ്. മുഖാമുഖം, മുഖത്തോട് മുഖമായി, നേരിട്ട്, മുഖാമുഖം. ദൗത്യം, ഉദ്യമം. ചുമതല, ഉത്തരവാദിത്വം. ഉത്തരവാദിത്വമാണോ ഉത്തരവാദിത്തമാണോ? ഏതാ ശരി? ഉത്തരവാദിത്തം. അതാണ് ശരി കേട്ടോ, ഒരു മിസ്റ്റേക്ക് ആണേ. ഉത്തരവാദിത്വം, ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്വം. ഗർജനം, അലർച്ച. എന്താണ്? സൗണ്ട് ഒച്ചയിടുന്നല്ലേ ഗർജനം. അത്യന്ത വിരളമായ എന്ന് വെച്ചാൽ വളരെ അപൂർവമായത്. വിശാലം, എന്താ വിശാലം? വലിപ്പം, വിസ്താരമുള്ളത് എന്നൊരർത്ഥമാണ് എന്ത്? വിശാലം. അസഹ്യം, സഹിക്കാനാവാത്തതിന് എന്തെന്ന് പറയുന്നു? അസഹ്യമായത്. ഏകാന്തതാബോധം, എന്താണ് ഏകാന്തതാബോധം? ഒറ്റയ്ക്കാണെന്ന ബോധമാണ് എന്ത്? ഏകാന്തതാബോധം. പുഞ്ചം, എന്താണ് പുഞ്ചം? കൂട്ടം. കേട്ടാ, ചോദിക്കാമേ. പുഞ്ചം എന്ന വാക്കിനർത്ഥം എന്താണ്? കൂട്ടം എന്നാണ്. കൂട്ടം എന്നാണ്. സനാഥ, സനാഥ. ഇതിന്റെ വിപരീത പറയാമോ ആർക്കെങ്കിലും? വിപരീത പദം പറയാമോ സനാഥയുടെ? അനാഥ. നാഥനുള്ളത്. മറ്റേത് നാഥൻ. ആ എന്ന് പറയുമ്പോ ഇല്ല എന്നൊരർത്ഥമാണ് കേട്ടോ. മലയാളത്തിലെ ആ എന്ന് പറയുമ്പോ ഇല്ല എന്നൊരർത്ഥമാണ്. അപ്പൊ അനാഥ എന്ന് വെച്ചാൽ എന്താണ്? നാഥനില്ലാത്ത. സനാഥ, ഉള്ളത്. സാ അതുപോലെ ആ ഉപയോഗിക്കുന്ന പോലെ തന്നെ സായും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്? ആ. സത്യം, അസത്യം, അല്ലേ? അതൊക്കെ ആലോചിച്ചുകൊണ്ടാവും. ആദി, ആദ്യത്തെ. ആദി എന്താണ്? ആദിമ മനുഷ്യൻ, ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ മനുഷ്യനാണ് എന്ത്? ആദി. തിരുമിഴി, എന്താ തിരുമിഴി? രാജാവിന്റെയോ ദേവന്റെയോ നേത്രത്തെ വിളിക്കുന്നതാണ് എന്ത്? തിരുമിഴി. രാജാവിന്റെയോ ദേവന്റെയോ നേത്രത്തെ എന്തെന്ന് വിളിക്കുന്നു? തിരുമിഴി. ആരുടെ നേത്രം? രാജാവ് അല്ലെങ്കിൽ ദേവന്റെ നേത്രത്തെയാണ് തിരുമിഴി എന്ന് പറയുന്നത്. ഓക്കെ. അക്ഷയപാത്രം. ഏതാണ് അക്ഷയപാത്രം? നിൽക്കാത്ത ഒരു പാത്രമല്ലേ? ഓക്കെയാണ്. എന്താ അക്ഷയപാത്രം ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്? സൂര്യൻ. ആർക്ക് നൽകിച്ചത്? സൂര്യൻ പാണ്ഡവർക്ക് നൽകിയ പാത്രമാണ് എന്ത്? അക്ഷയപാത്രം. അതിൽ വിഭവങ്ങൾ എന്നും എന്ത് ചെയ്യുന്നില്ല? ഒഴിയാറില്ല. പാണ്ഡവന്മാർക്ക് നൽകിയ പാത്രമാണ് എന്ത്? അക്ഷയപാത്രം. കേട്ടോ. വിശ്വം, വിശ്വത്തിന്റെ പര്യായ പദം ചോദിക്കാം. ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം എന്നൊരർത്ഥമാണ് എന്ത്? വിശ്വം. അഷ്ടൈശ്വര്യം. എന്താ അഷ്ടൈശ്വര്യം? യോഗസിദ്ധികൾ കൊണ്ട് ലഭിക്കുന്ന 8 അമാനുഷിക സിദ്ധികളെയാണ് എന്ത്? അഷ്ടൈശ്വര്യം. അമാനുഷിക, മനുഷ്യന്മാർക്ക് കിട്ടുന്നതല്ല, അമാനുഷികമായ സിദ്ധികളാണ് അഷ്ടൈശ്വര്യം. ഐശ്വര്യം കേട്ടോ. ഐശ്വര്യം. നിഷേധം, വിരോധം അല്ലെങ്കിൽ വിലക്ക് എന്നൊരർത്ഥമാണ് എന്ത്? നിഷേധം. വിലക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക. അപ്പൊ അത്രയും നമുക്ക് ഇന്നത്തേക്ക് മതി കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസത്തേക്ക് എടുക്കാം. ഓക്കെ. നമുക്ക് അടുത്ത ദിവസത്തേക്ക് എടുക്കാം. മനസ്സിലായി കാണുന്നു. ഇതിന്റെ ഫുൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ PDF ഇട്ടുതരോളെ. അത്യാവശ്യം ഫയല് നല്ല MB കൂടുതലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് പറഞ്ഞതില്? മനസ്സിലായോ? SCRTയുടെ ചാപ്റ്ററുകളാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? പ്രഥമൻ, ദ്വിതീയൻ എന്തൊക്കെ എഴുതും? പ്രഥമൻ എഴുതാം, ദ്വിതീയൻ എഴുതാം, ബാക്കിയെല്ലാം എഴുതാം. എന്താണ്? അദ്വിതീയൻ. ഇതിന് മറ്റൊരർത്ഥവും കൂടി ഉണ്ട്. രണ്ടാമനല്ലാത്തവൻ അഥവാ അവനാണ് എന്ത്? ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠനായവൻ കേട്ടോ. അദ്വിതീയൻ എന്ന് വെച്ചാൽ ദ്വിതീയൻ ആരാ? രണ്ടാമത് നിൽക്കുന്നവൻ. അദ്വിതീയൻ രണ്ടാമനല്ലാത്തവൻ, ഏറ്റവും മികച്ചു നിൽക്കുന്നവൻ, ഏറ്റവും ശ്രേഷ്ഠനായവനാണ് ആര്? അദ്വിതീയൻ. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളതാണ് അദ്വിതീയൻ കേട്ടോ.
അനുഷ്ഠിക്കുക. അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? എന്ന് പറയുന്ന ആചാരം അനുഷ്ഠിക്കുക എന്താണ്? ചെയ്യുന്നു. ഉദ്ഘോഷിച്ച, എന്താണ് ഉദ്ഘോഷിച്ച എന്ന് വെച്ചാൽ? ഉദ്ഘോഷിച്ച, ഉച്ചത്തിൽ പറഞ്ഞത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്. നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, എന്താണ് പറയാം അതിനെ? സ്വാതന്ത്ര്യം ഉദ്ഘോഷിച്ചു. എന്താണ്? സ്വാതന്ത്ര്യം ഉദ്ഘോഷിച്ചു. നോക്കിയേ, കടുക്കൻ എന്താണ് നോക്കിയാണ്? കടുക്കൻ, കടുക്കൻ അറിയാലോ നമുക്ക്. കടുക്കൻ പുരുഷന്മാരിൽ അണിയുന്ന കർണാഭരണമാണ് കടുക്കൻ. സ്ത്രീകളിൽ അറിയുന്ന കർണാഭരണത്തെ എന്തെന്ന് വിളിക്കുന്നു? കമ്മൽ എന്ന് വിളിക്കുന്നു കേട്ടോ. കടുക്കൻ എന്താണ്? പുരുഷന്മാരുടെ ഒരിനം കർണാഭരണം. കർണം, എന്താ കർണം? കർണം എന്താണ്? ചെവി കേട്ടോ. കർണം എന്താണ്? ചെവിയാണ്, ചെവിയാണ്. കലശലായ, കലശലായ എന്താണ്? കൂടുതലായ എന്നത് കലശലായ, വളരെ കൂടുതലായ എന്നൊരർത്ഥമാണല്ലോ. കലശലായ പനി ഉണ്ടായിരുന്നു, എന്താണ്? വളരെ കൂടുതലായ പനി ഉണ്ടായിരുന്നു എന്നാണ് എന്തിന്റെ അർത്ഥം? കലശലായ പനിയുടെ അർത്ഥം. നോക്കിയേ, കർണികയാ, എന്താണ്? കർണ ഞാൻ പറഞ്ഞു അല്ലെ. കർണികയാ എന്താണ്? ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക്, അല്ലെങ്കിൽ പലരായി എന്ത് ചെയ്തത്? പലരായി പറഞ്ഞതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് പലരായി പറഞ്ഞതാണ് എന്തെന്ന് പറയുന്നത്? കർണികയ കേട്ടോ. കർണികയാന്ന് വെച്ചാൽ കർണം എന്ന വാക്കിനർത്ഥം ചെവി. അപ്പൊ ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് പലരായി പറഞ്ഞെത്തുന്നതാണ് എന്ത്? കർണികയ. ചോദിക്കാം കേട്ടോ. കർണികയ. കർണിക എന്ന വാക്കിനർത്ഥം ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് പലരായി പറഞ്ഞത്. ചാരുദാർഥ്യം തെറ്റാണ്. ചാരിദാർഥ്യം, ചാരുദാർഥ്യം എന്ന് വെച്ചാൽ എന്താണ്? സാഫല്യം. എന്താണ്? സാഫല്യം. ചാരിദാർഥ്യം തെറ്റിക്കരുത് കേട്ടോ. ചാരിദാർഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സാഫല്യം. സാഫല്യം എന്ന് വെച്ചാൽ പൂർത്തിയായി. സാഫല്യം എന്ന് വെച്ചാൽ അത് നടന്നു എന്നൊരർത്ഥമാണ് കേട്ടോ.